നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അങ്ങനെ മാത്രം കൂട്ടണ്ട. വേറെ പണിയൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. പിന്നെ ഇതൊക്കെ ഒരു entertainment അല്ലേ? പിന്നെ ഞാൻ എന്തായാലും എന്റെ ആത്മവിശ്വാസം ധൈര്യവും ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. Nice. ഓൻ വെയിറ്റിംഗ് ആണ്, നമുക്ക് വേഗം അടുത്തേക്ക് പോവാം. ആർട്ടൊക്കെ സെറ്റ് അല്ലേ? പിന്നെ നീ പറഞ്ഞാലും കൂടുതൽ സെറ്റ് ആക്കി. പെർഫെക്റ്റ്. കമോൺ പടി. ഒരു കാരണവശാലും ഓൻ അടിക്കുമ്പോൾ മുഖംമൂടി താണുവരുതേ. ഓക്കെ, കറക്റ്റ്. ഓൾ ദ ബെസ്റ്റ്. വാ. അല്ല എന്തേട്ടാ, ഓൻ കള്ളു കുടിക്കാനല്ലേ പോയത്, ഇനി തിരിച്ചു വരാണ്ടിരിക്കോ? ആടെ തന്നെ അടിച്ച് ഫിറ്റായി കിടന്നാലോ? ഒന്നുകിൽ ഇന്ന് രാത്രി മൊത്തം നമ്മ അവനോട് കാത്തുക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മൊത്തം കൂടെ കാത്തുക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യും, ആവശ്യം നമ്മളതാണ്. കൂടുതൽ വൈകുന്നുണ്ടെങ്കിൽ പുറത്ത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക, അടിച്ചോളാം. അല്ല എന്തേട്ടാ, അവിടെ ഓൻ മാത്രമല്ല പിള്ളേരും ഇല്ലേ? ഈ പ്രായത്തിൽ വെറുതെ പിള്ളേരെ ഒന്ന് അടി വാങ്ങിച്ചു കൂട്ടുവോ? എടാ, ഒരാടെ പായസം കുടിക്കാനല്ല പോയി, നീ എല്ലാം അടിച്ച് ഓഫായിരിക്കും. ഓനെ മാത്രം തെരഞ്ഞു പിടിച്ചോളാം, അടിച്ചോളാം. ചന്ദ്രേട്ടാ, ഓന്റെ തലയടിച്ച് കലക്കാണ്ടിരുന്നാ മതി. എത്ര കല്യാണം കലക്കിയവരുടെ പവി. വാ, ഇതും കലക്കും. ആ ഒരു ഒറിജിനാലിറ്റിക്ക് നമുക്ക് ഈ ബൈക്കെല്ലാം ഭാര്യക്കുട്ടി കത്തിച്ചാലാ? അതൊന്നും വേണ്ട. ഒരു തമാശ പറഞ്ഞാൽ എങ്ങായി കടുപ്പല്ല കേട്ടോ അതിന്റെ കാര്യം. ചിക്കൻ കൊള്ളാല. കല്യാണം നമുക്ക് കലക്കണ്ടേ? പിന്നെ മുമ്പ് ആരും കാണാത്ത വിധത്തിൽ കലക്കും. അബേട്ടാ, എന്നോട് ലോഹിക്കാനും തോന്നല്ലേട്ടാ. ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ തീരുമാനം എടുക്കേണ്ടി വരില്ലേ? എടാ, ഇതൊക്കെ സാധാരണ അല്ലേ? ഓരോരുത്തർക്കും ഓരോ തീരുമാനം എടുക്കേണ്ടി വരില്ലേ? അപ്പൊ ആരും ആരോട് ലോഹിക്കായിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. എന്നെ ഇനിയിപ്പോ സമീപ ഭാവിയിലാണെങ്കിലും എനിക്ക് ചിലപ്പോ ചില തീരുമാനം എടുക്കേണ്ടി വരും. എന്നോട് പറയാൻ പറ്റുന്നില്ല. ഒന്നും തോന്നലേട്ടാ. ഞങ്ങൾക്കൊന്നും തോന്നില്ല, പക്ഷേ നിനക്കൊന്നും തോന്നായിരുന്നാ മതി. അല്ല, അബിയേട്ടങ്ങനെ തോന്നില്ല, എനിക്കറിയാം. അതെ, നമുക്കറിയാലോ. അതൊക്കെ നമുക്ക് നോക്കാടാ, നീ പറഞ്ഞ അടിക്ക്. അല്ല പവിയേട്ടൻ വരുന്നില്ലേ? പവിയേട്ടനൊക്കെ വരുവാടാ, നീ അടിക്കുന്നു. ലൈറ്റ് ആയിട്ട് ലോചിനി പിന്നെ ഒഴിച്ചിട്ടുണ്ടോന്ന് തന്നെ അറിഞ്ഞൂടാ. പിന്നെ അല്ല, ലൈറ്റ് ആയിട്ട് മതി, അധികം വേണ്ട, അതുകൊണ്ടാണ്. കുഴപ്പമില്ലടാ, നീ അടിച്ചോ, നേരിട്ട് അടിച്ചോ. അല്ല എന്തേട്ടാ, എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു രാത്രി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സംഗതി ഇരുട്ടടി അടിക്കാനിരിക്കുന്നതാണെങ്കിലും ഏതോ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഇരിക്കുന്ന ഫീല്. ചരിത്ര മുഹൂർത്ത? ആന്ന് ചരിത്ര മുഹൂർത്തം? എന്റെ കല്യാണ ഇരുന്നിട്ട് കാലിട്ട് പോയി. ഞാൻ ചമ്പ്രം പണിഞ്ഞിരുന്നോളാം. ഇത്രയും നിഷ്കളങ്കര പെണ്ണായിട്ടിരുന്ന എൻ്റെ ഒരു നിലപാട്. നിഷ്കളങ്കനാ ഞാനാ? ഞാൻ സൊസൈറ്റി കൊടുക്കുന്ന പാലില് പൊടിക്ക് വെള്ളമെല്ലാം ചേർക്കലുണ്ട്. ഓ, അത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ സൊസൈറ്റിയിലെ റീഡിങ്ങിൽ പൊടിക്ക് മാറ്റെല്ലാം വരുത്തലുണ്ട്. ഞാൻ നിഷ്കളങ്കനാ. ഇതെല്ലാം ഒരു കള്ളത്തരാണ് എൻ്റെ പവി. വേറൊരു രീതിയിൽ ആലോചിച്ചാല്, പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ ഈ രാത്രി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈ രാത്രി ഇത് കടന്നു, കല്യാണം അതും കഴിയും. പക്ഷെ ഈ നിമിഷം, ഈ മൊമെന്റ്, ഈ സെക്കൻഡ്, ഈ സോള, ഇതൊന്നും എനിക്ക് കിട്ടൂല നമുക്ക്. നോവേ. ഇന്നത്തെ നൈറ്റ് ഒരു കാള നൈറ്റ് ആയിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് ഇത് എന്ത് തമാശ വേണമെങ്കിലും പറയാം, എത്ര ക്രൂരമായ വാക്കുവേണമെങ്കിലും ഉപയോഗിക്കാം, ഞാൻ ഒന്നും പറയില്ല. യുനോ വൈ ഈ മൊമെന്റ് നമുക്കിത് തിരിച്ചു കിട്ടില്ല. ഇല്ല, മരിക്കൊന്നില്ല, ജീവിക്കുന്നോ ഞങ്ങളിലൂടെ. ഞാൻ പറയും, എനിക്ക് വിഷമമുണ്ട്. എന്റെ ഹൃദയവേദന എനിക്ക് പറയണം. നീ പറ. അപ്പേട്ട ഞാൻ വിഷമിപ്പിച്ചു, ഈ ബിബീഷ് വിഷമിപ്പിച്ചു. ബിബീഷ് അത് ചെയ്യരുതായിരുന്നു, പക്ഷെ ബിബീഷിന് വേറെ നിവൃത്തിണ്ടായി. ബിബീഷ് സ്നേഹിച്ചു പോയില്ലേ? ഐ വാസ് ഇൻ ലവ് ബാഡ്ലി, ഡീപ്ലി. പക്ഷെ എനിക്കിന്ന് 2 നഗ്ന സത്യങ്ങൾ പറയാനുണ്ട്, അതും ഞെട്ടിക്കുന്ന 2 നീ പറ. സത്യം നമ്പർ 1, ഓക്ക് ചന്ദ്രിക രവീന്ദ്രന് എന്നെ അല്ല ഇഷ്ടം, എനക്ക് ഓളയാണ് ഇഷ്ടം.
ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ വീട്ടിൽ നിന്ന് ഓളെ വീട്ടിൽ പെണ്ണ് ആലോചിച്ചിട്ട് പോയിനി. ഇത് സത്യം സത്യം സത്യം. കടലേട്ടി ബിബീഷ നീ ക്രൂരനാണ്. ഒന്നും അറിഞ്ഞോണ്ടല്ലോ അഭിയേട്ടാ. യു നോ ദാറ്റ്സ് ലൈഫ്, ഷിറ്റ് ഹാപ്പൻസ്. പക്ഷെ എന്റെ തീരുമാനം അത് ഞാൻ മാറ്റൂല. അടുത്ത് ചോദിക്കട്ടെ. അത് കഴിക്കൂല. ലൈറ്റ് ആയിട്ട് വേണം കേട്ടാ. ലൈറ്റ് സ്മോൾ. നമ്മ എല്ലാരും 3 അടിച്ചിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കഴിക്കും. ഡയറക്ടർ പറഞ്ഞാൽ ഞാൻ അടിക്കും. ബട്ട് ലൈറ്റ് ആയിട്ട് കേട്ടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ് യു പ്രൊസീഡ്. നീ നാറിയല്ല, നന്നാറിയാന്ന്. നന്നാറി സർബത്ത് എന്നാ കേറ്റ്. യെസ് ഐ അഡ്മിറ്റ്. ഐ അഡ്മിറ്റ്. അല്ല എന്തേട്ടാ, അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? താലി കെട്ടാൻ കഴിവൊന്നുമില്ല, പിന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്നും പറയാൻ പറ്റില്ല. ഒന്നും പറ്റാണ്ടിരുന്നാൽ മതി. അല്ല ബാബി, നീ ശരിക്കും എന്നെ തല്ല തന്നെ ഒന്നിനെ. ഈ കണക്കിന് ഞാൻ തല്ലുന്നതിന് മുമ്പേ പെർമിഷനെല്ലാം ചോദിക്കുമല്ലോ. നേരം വൈകുന്തോറും ഒരു ആദി. ഓൻ വരൂടാ. ഫോൺ ഫോൺ. ഹലോ ഹലോ, നിങ്ങൾ കിടന്നോ, ഞാൻ വന്നോളാം. നീ വരാതെ ഞാൻ കിടക്കൂല. പിന്നെ ഞാൻ ഇവിടെ കടന്ന് നിലവിളിക്കണോ? ഞാൻ പറഞ്ഞാന്നല്ലോ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്നതെന്ന്. നിന്നെ കല്യാണം കഴിപ്പിക്കാനായോ മോനെ? അത് ഈ നട്ടപ്പാതിരക്കാണ് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ ഫോൺ വെക്ക്. കിരണേ, എനിക്ക് ലൈറ്റ് ആയിട്ട് മതി കേട്ടാ. അധികം കുടിക്കാൻ പറ്റൂല, കഴിയൂല. അറിയാം. ദാറ്റ്സ് വൈ. ഈ സത്യം നമ്പർ 2 എന്താ? അത് പറ. സത്യം നമ്പർ 2 ഞാൻ ഇപ്പൊ പറയൂല. അതിപ്പോ പറ. മുത്തുമണിയല്ലേ പറ. അതിന് സമയമായിട്ടില്ല. അതിന്റെ സമയമാകുമ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങ അറിയും. This is not fair, man. Oh, just wait, man. വെച്ചേ അതെ, എനിക്ക് അധികമായിട്ട് മതി കേട്ടാ. ലൈറ്റ് ആയിട്ട് വേണ്ട. ലൈറ്റ് ആയിട്ട് കഴിക്കൂല, അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് വേണ്ട. കൂടുതൽ ഒഴിക്കുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് ഒരു ചെറിയ സർപ്രൈസ്. സർപ്രൈസാ? എന്ത് സർപ്രൈസ്? ഇതുവരെ നീ കണ്ട ബാച്ചിലർ പാർട്ടിയല്ല ഇനി നീ കാണാൻ പോകുന്നത്. അഭിയേട്ടാ, ലൈറ്റ്സ് ഓൺ, പ്ലേ ദ മ്യൂസിക്, ആക്ഷൻ.